കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ്റെ 2019 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ എ പാർട്ടും ബി പാർട്ടും 1 മാർക്ക് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യനും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ വീഡിയോ കാണുക. ആ വീഡിയോയിൽ ഏതൊക്കെയാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്നും 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്നുമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് സെക്ഷൻ സിയിലോട്ടും സെക്ഷൻ ഡിയിലോട്ടുമാണ്. സെക്ഷൻ സി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും സെക്ഷൻ ഡി 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ്. സെക്ഷൻ സിയിൽ നിന്ന് 6 ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യേണ്ടതും സെക്ഷൻ ഡിയിൽ നിന്ന് 2 ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അപ്പം സെക്ഷൻ സിയിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മിനിമം 1.5 പേജ് വരെ ആൻസർ എഴുതേണ്ടതാണ്. 1.5 പേജ് ആൻസർ മിനിമം എഴുതേണ്ടതാണ്. മാക്സിമം നിങ്ങൾക്ക് ഒരു പേപ്പർ, അതായത് ഒരു പേപ്പറിൻ്റെ 2 സൈഡും 2 പേജും എഴുതാവുന്നതാണ്. മിനിമം നിങ്ങൾ ഒരു പേജും മറ്റേ പേജിൻ്റെ ഹാഫും 1.5 പേജായിട്ട് നിങ്ങൾ എക്സാം എഴുതേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഒരു 3 മാർക്കെങ്കിലും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത്രയും നന്നായിട്ട് എഴുതണം. നല്ല രീതിയിൽ, അതായത് കണ്ടൻറ്റ് നല്ല രീതിയിൽ വേണം. എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനുള്ള ആൻസറാണ് വേണ്ടത്. ക്വാണ്ടിറ്റിയും വേണം, അതുപോലെ തന്നെ ക്വാളിറ്റിയും വേണം. അതുകൊണ്ട് തന്നെ എന്താണോ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള പോയിൻ്റ് ഉണ്ടായിരിക്കണം. പോയിൻറ്റിനാണ് ആദ്യം മാർക്ക്. എക്സ്പ്ലനേഷൻ ദെൻ മാത്രമേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പോയിൻ്റ് നല്ല രീതിയിൽ എല്ലാ പോയിൻറ്റും ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഏതാണെന്ന് നോക്കാം. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നീഡ് ഓഫ് ലേണിംഗ് ഇൻഫർമേഷൻ ബൈ കൊമേഴ്സ് സ്റ്റുഡൻസ്? ഒരു കൊമേഴ്സ് സ്റ്റുഡൻസ് എന്തിനൊക്കെ വേണ്ടിയാണ് ഇൻഫർമേഷൻ ലേൺ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ പേജ് നമ്പർ 1.3 നമ്മൾ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ എന്ന് പറയുന്നുണ്ട്. ബിസിനസ് ഇൻഫർമേഷൻ പഠിക്കുന്നതുകൊണ്ടുള്ള നീഡ്സും ഇമ്പോർട്ടൻസും എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ബിസിനസ് ഇൻഫർമേഷനെ പറ്റിയാണ്. അപ്പോൾ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ബിസിനസ് ഇൻഫർമേഷനാണ്. അപ്പം എന്താണ് ബിസിനസ് ഇൻഫർമേഷൻ എന്നും അവിടെ എഴുതാം. അതുപോലെ തന്നെ നീഡ്സ് ഫോർ ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ, നീഡ്സ് ഓർ ഇമ്പോർട്ടൻസ് ഫോർ ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഒരു 8 പോയിൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട ആൻസറാണ്. എന്താണ് ആദ്യം ബിസിനസ് ഇൻഫർമേഷൻ എന്ന് എഴുതണം. എന്താണ് നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ, പേജ് നമ്പർ 1.3 അതിൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം? അതും ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെയാണ്. ക്യാപിറ്റലിസം എന്താണെന്നുള്ളത് നമ്മൾ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സ്ഡ് എക്കോണമി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ക്യാപിറ്റലിസവും അതിൻ്റെ ഫീച്ചേഴ്സും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് ക്യാപിറ്റലിസം എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. ഫ്രീ മാർക്കറ്റ് എക്കോണമിയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ക്യാപിറ്റലിസം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, അപ്പം ഫോളോവിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം എന്ന് എഴുതുക. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ് ഓരോ പോയിൻറ്റും എഴുതിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി നിങ്ങൾ ആദ്യമേ പോയിൻ്റ് എല്ലാം എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. ഓരോ പോയിൻറ്റും എഴുതി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഫസ്റ്റ് പോയിൻ്റ്, റൈറ്റ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ നിങ്ങൾ അത് ആ പോയിൻ്റ് എഴുതുക, എന്താണ് അണ്ടർലൈൻ കൊടുക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്ത ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. പ്രോഫിറ്റ് മോട്ടീവ് സെക്കൻഡ് ഫ്യൂച്ചർ. അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് എഴുതുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇങ്ങനെ 8 പോയിൻറ്റുകളാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സായിട്ട് ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. പേജ് നമ്പർ 1.17 to 1.18 പേജ്, 2 പേജിലായിട്ട് എന്താണ് ക്യാപിറ്റലിസം ആൻഡ് ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫീച്ചേഴ്സും എക്സ്പ്ലെയിൻ ചെയ്യണം, കാരണം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ +2 വരെ നിങ്ങൾ എക്സാം എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം എന്ന് ചോദിച്ചാൽ ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സ് തൊട്ട് എഴുതി തുടങ്ങും. പക്ഷേ അങ്ങനെയല്ല എഴുതേണ്ടത്. ആദ്യം എന്താണ് ക്യാപിറ്റലിസം എന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. എന്നിട്ട് ഫോളോവിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ കൊടുത്തതിന് ശേഷം മാത്രമേ ഫീച്ചേഴ്സ് എഴുതാവൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ? ഇതും ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി പഠിക്കുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെയാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ?
അതുപോലെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിന് വരെ നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എഴുതാം, അണ്ടർലൈൻ കൊടുക്കാം, എന്താണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എഴുതുക. ദെൻ ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എഴുതിയിട്ട് ഫീച്ചേഴ്സ് വെറുതെ എഴുതിയിടാം, പോയിൻ്റ് മാത്രം ഒന്ന് എഴുതിയിടാം. ദെൻ ഫോളോവിങ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോ പോയിൻറ്റും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ്. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ മെറിറ്റ്സ് ആയിട്ട് 7 പോയിൻറ്റുകൾ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇക്വാളിറ്റി, വോട്ടിംഗ് സ്റ്റാറ്റസ്, ലിമിറ്റ്, ലയബിലിറ്റി. അപ്പോൾ ഓരോ പോയിൻറ്റും എഴുതുക, ആ ഓരോ പോയിൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതുക. എക്സ്പ്ലനേഷൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, ആ പോയിൻ്റ് വെച്ച് തന്നെ നിങ്ങൾ എക്സ്പ്ലനേഷൻ എഴുതിയാൽ മതി. അപ്പോൾ അതാണ് ആ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. പേജ് നമ്പർ 1.37 to 1.39 ആ 3 പേജുകളിലായിട്ട് അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് കമ്പനി. അതും ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ്. എന്താണ് ഒരു കമ്പനി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനി ഒക്കെ പഠിക്കാനുണ്ട്. അപ്പം എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, അതിനെ തന്നെയാണ് കമ്പനി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ലിമിറ്റേഷൻസ് ഓഫ് കമ്പനിയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കമ്പനി എന്താണെന്ന് എഴുതണം, എന്നിട്ടേ അതിൻ്റെ ലിമിറ്റേഷൻസ് എഴുതാവൂ. അപ്പം നിങ്ങൾക്ക് ലിമിറ്റേഷൻ ചോദിച്ചുകൊണ്ട് തന്നെ മെറിറ്റ്സ് പോയിൻ്റായിട്ട് എഴുതിയിടാം. മെറിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് പോയിൻ്റ് എഴുതിയിടാം. മെറിറ്റ്സ് പോയിൻ്റ് എഴുതിയിട്ടിട്ട് ഫോളോവിങ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് എ കമ്പനി എന്ന് എഴുതിയിട്ട് ഓരോ പോയിൻറ്റും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. അപ്പം നിങ്ങൾ ആലോചിക്കും ഇത്ര എങ്ങനെ എഴുതിയാൽ ഈ ഒരു പേപ്പറൊക്കെ ആവുമോ എന്നുള്ളത്. നിങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 2 പേജിനുള്ളതും ആവും, 2 പേജിനുള്ളതും ആവും, അതുപോലെ തന്നെ 4 മാർക്കിനുള്ള ആൻസറും ആവും. 3.5 മാർക്ക് ഉറപ്പായും തരും. ഇങ്ങനെ തന്നെയാണ് എഴുതുന്നതെങ്കിൽ 3.5 മാർക്ക് തന്നെ തരും, അല്ലെങ്കിൽ 4 മാർക്കും തരും. പേജ് നമ്പർ 1.47 ലിമിറ്റേഷൻസ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി തന്നിട്ടുണ്ട്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്ന് 1.45 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി സ്റ്റെപ്സ് ടു ബി ഫോളോവ്ഡ് ടു ഫോം എ ജോയിൻറ്റ് വെഞ്ചർ. എന്താണ് ജോയിൻറ്റ് വെഞ്ചർ എന്നും ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ബെനിഫിറ്റ്സും നമുക്ക് ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ബി ടേക്കൺ ഫോർ എ ജോയിൻറ്റ് വെഞ്ചർ. ജോയിൻറ്റ് വെഞ്ചർ തുടങ്ങാൻ എന്തൊക്കെ സ്റ്റെപ്സുകളാണ് നമ്മൾ ടേക്കൺ ചെയ്യേണ്ടതെന്നാണെന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ജോയിൻറ്റ് വെഞ്ചർ എന്ന് എഴുതുക. ദെൻ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ സ്റ്റെപ്സാണ് എഴുതേണ്ടത്. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജോയിൻറ്റ് വെഞ്ചറിൻ്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളത് കാണാൻ പറ്റും. നമ്മൾ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഏതൊക്കെയാണ് സ്റ്റെപ്സ് എന്നുള്ളത് കാണാൻ പറ്റും. 6 സ്റ്റെപ്പുകളായിട്ടാണ് ജോയിൻറ്റ് വെഞ്ചറിൻ്റെ സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. ആ ഓരോ സ്റ്റെപ്പും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ എന്താണെന്ന് എഴുതാം, വേണമെങ്കിൽ നിങ്ങൾക്ക് മെറിറ്റ്സ് ഓഫ് ജോയിൻറ്റ് വെഞ്ചർ എഴുതാം. ദെൻ ആ 6 സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ്. ഒരു പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 3rd മൊഡ്യൂളിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ റോളുകളെന്ന് തന്നിട്ടുണ്ട്. പേജ് നമ്പർ 3.37 ഒരു പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ റോള് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ റോള് നിങ്ങൾക്ക് എന്തായിട്ട് എഴുതാം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് തന്നെ എഴുതാം. പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയാണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്സ് ഇൻക്രീസ് ചെയ്യും, പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, പ്രോവർട്ടി അലിവേഷൻ അടക്കം, ഇന്നൊവേഷൻ, ഇതൊക്കെ എന്ത് തന്നെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ പേജ് നമ്പർ 3.36 37 ആയിട്ട് റോൾ ഓഫ് പ്രൈവറ്റ് സെക്ടർ തന്നിട്ടുണ്ട്. അത് തന്നെയാണ് എന്താണ് ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ന്യൂ എക്കണോമിക് പോളിസി ഇൻ ഇന്ത്യ. 4 മാർക്കിനാണ്, ഒരുപാട് എഴുതാനുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ എഴുതിയാൽ മതി. പേജ് നമ്പർ 3.38 മുതൽ 3rd ചാപ്റ്ററിലെയാണ് ന്യൂ എക്കണോമിക് പോളിസി എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ന്യൂ എക്കണോമിക് പോളിസി വന്ന LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അത് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇത് 4 മാർക്കിന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. കാരണം റൈറ്റ് എ നോട്ട് ഓൺ ന്യൂ എക്കണോമിക് പോളിസി ഇൻ ഇന്ത്യ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളുടെ രീതിയിൽ എഴുതാം. ന്യൂ എക്കണോമിക് പോളിസി എന്താണെന്ന് എഴുതാം, ഫീച്ചേഴ്സ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി എഴുതാം. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഇമ്പാക്റ്റ് എന്താണ്, ന്യൂ എക്കണോമിക് പോളിസിയുടെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് പേജ് നമ്പർ 3.45 കൊടുത്തിട്ടുണ്ട്. ന്യൂ എക്കണോമിക് പോളിസിയുടെ ഇമ്പാക്റ്റ് എന്താണ് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ട്രെയിനിങ് ഹെൽപ്സ് ആൻ ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ ഇൻ ഡിഫറെൻറ്റ് വേ. വാട്ട് ആർ ട്രെയിനിങ് ഒരു ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പം 4th ചാപ്റ്ററിൽ തുടക്കം തന്നെ ട്രെയിനിങ്ങിനെ പറ്റിയാണ്, ട്രെയിൻഡ് മാൻ പവറിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ട്രെയിനിങ് എന്താണെന്നും ട്രെയിനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ബെനിഫിറ്റ്സ് ആണ് എഴുതേണ്ടത്. ട്രെയിനിങ് എന്താണെന്ന് എഴുതണം. ട്രെയിനിങ് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത്? ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, ഇംപ്രൂവ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ ലെസ് സൂപ്പർവിഷൻ, ഹെൽപ്സ് ഓർ ഫേസ് കോമ്പറ്റീഷൻ, ഇങ്ങനെ ഒരുപാട് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ പോയിന്റുകൾ ഓരോന്നും എഴുതിയിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ട്രെയിനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ പേജ് നമ്പർ 4.1 മുതൽ 4.3 വരെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നും, പിന്നെ ചോദിച്ച് 3rd മൊഡ്യൂളിൽ നിന്നും 4th മൊഡ്യൂളിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി വെക്കുക. ഫസ്റ്റ് മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ലാസ്റ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. എസ്സേ സെക്ഷനാണ്. എസ്സേ സെക്ഷനിനകത്ത് 2 ക്വസ്റ്റ്യനാണ് നിങ്ങൾ എഴുതേണ്ടത്. എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം, നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ഏറ്റവും നല്ലോണം എഴുതാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻ ചൂസ് ചെയ്യുക. അതായത് എഴുതിയാൽ എനിക്ക് 2-3 പേപ്പർ എഴുതാൻ കഴിയും എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പോയിൻറ്റുകളുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ഏത് ക്വസ്റ്റ്യൻ ഉണ്ടോ ആ രീതിയിൽ എഴുതാം. അല്ലാതെ പാടുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അപ്പോൾ അത് എഴുതിയാൽ ഫുൾ മാർക്കും കിട്ടും, എളുപ്പത്തിലൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അത് എഴുതിയാൽ കുറവായിരിക്കും മാർക്ക് കിട്ടുന്നത്, കാരണം അത് അത്രയും നന്നായിട്ട് എഴുതണം, അങ്ങനെയൊന്നുമില്ല. ഈ 4 മാർക്ക് ക്വസ്റ്റ്യനിൽ ഏതെഴുതണമെന്നുള്ളതും നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി എസ്സേ എഴുതുമ്പോൾ നിങ്ങൾ 3 പേപ്പർ വരെയൊക്കെ എസ്സേ എഴുതാം. 3 പേപ്പർ വരെയൊക്കെ മിനിമം എഴുതാം. 2 പേപ്പർ 5 പേജ് 6 പേജ് വരെ എസ്സേ എഴുതുന്നവരുണ്ട്. അപ്പോൾ അത്രയൊക്കെ നിങ്ങൾക്ക് എഴുതാം. അതൊരു സെക്ഷനായിട്ട് എഴുതണം. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ട് എഴുതുകയല്ല, ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂസ് ആയിട്ട് ജസ്റ്റ് ആ കാര്യം എന്താണെന്ന് എഴുതുക. പിന്നെ മെയിൻ ബോഡിയിലേക്ക് വരിക, ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് നമുക്കറിയാം. പാർട്ട്ണർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് തന്നെയാണ് എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ. അപ്പോൾ പേജ് നമ്പർ 1.31 മുതൽ നമുക്ക് പാർട്ട്ണർഷിപ്പിനെ പറ്റി പറയുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് എന്താണ്, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ആദ്യം നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാം. ദർ ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇങ്ങനെ പലതരത്തിലുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. ഈ ഓരോ ഓർഗനൈസേഷനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇങ്ങനെ ഒരു 3-4 വരി നിങ്ങൾക്ക് എഴുതാൻ ജസ്റ്റ് എഴുതാം. ദെൻ എന്താണ് പാർട്ട്ണർഷിപ്പ്, ആദ്യം മെയിൻ ഹെഡിങ് കൊടുക്കുക, പാർട്ട്ണർഷിപ്പ് എന്ന് മെയിൻ ഹെഡിങ് കൊടുക്കുക. ദെൻ താഴെ മീനിങ്ങിന് എഴുതുക, എന്താണ് മീനിങ് എന്നുള്ളത് എഴുതുക. ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനേഷന് എഴുതാം. ഇത്രയാണ് ആദ്യത്തെ ഒരു പാർട്ടിനകത്ത് വരേണ്ടത്. ഇനി നിങ്ങൾക്ക് അതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസും ആണ്. പക്ഷേ നമുക്ക് എഴുതേണ്ടത് ഒരു 3 പേപ്പറൊക്കെയാണ് എഴുതേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ മറ്റെന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. നമുക്ക് പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് അറിയാം, ടൈപ്സ് അറിയാം. അത്രയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പോയില്ലെങ്കിലും നമുക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് എഴുതുക. എന്നിട്ട് ആ പോയിന്റുകൾ മാത്രം എഴുതിയിടാം. എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ ഒറ്റ ലൈനിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോഴേക്കും വീണ്ടും ഒരു 1.5 പേജ് കഴിഞ്ഞിരിക്കും. ഇനി നിങ്ങൾക്ക് ഫോളോവിങ് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് എഴുതി ആദ്യം അഡ്വാൻറ്റേജസ് എഴുതാം. അഡ്വാൻറ്റേജസിൻ്റെ പോയിന്റുകൾ ആദ്യം എഴുതിയിടുക. ഇപ്പോൾ ഒരു 8 പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ 8 പോയിൻ്റ് നമ്പേഴ്സ് ഇട്ട് എഴുതുക. ദെൻ ഓരോ പോയിൻറ്റും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. 4 മാർക്കിനൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു പോയിൻ്റ് എഴുതുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നു. പക്ഷേ ഇവിടെ 15 മാർക്കാണ്. അതുകൊണ്ട് തന്നെ ആദ്യം അഡ്വാൻറ്റേജസ് എല്ലാ പോയിൻറ്റും എഴുതിയിടുക. ദെൻ ഓരോ പോയിൻറ്റും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. അഡ്വാൻറ്റേജസ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഡിസഡ്വാൻറ്റേജസ് പോയിൻ്റ് എഴുതുക. പോയിൻ്റ് എല്ലാം എഴുതി കഴിഞ്ഞ് ഓരോ ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് 3 പേപ്പർ ആവും. അപ്പോൾ പിന്നെ 3 പേപ്പർ ആവുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഈ രീതിയിലാണ് എക്സാം എഴുതേണ്ടത്.
എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് കൺക്ലൂഷനാണ്. ഇറ്റ് കൺക്ലൂഡഡ് ദാറ്റ് പാർട്ട്ണർഷിപ്പ് എന്താണ്, ആ മീനിങ് എഴുതിയത് തന്നെ ഒന്നുകൂടെ പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് എഴുതാം. എന്നിട്ട് പറയാം ദർ ആർ മെനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. മറ്റ് ഓർഗനൈസേഷനെ കമ്പയർ ചെയ്യുമ്പം ഇതിനൊരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട് എന്നെഴുതി കൺക്ലൂഡ് ചെയ്ത് നിർത്താം. ഇങ്ങനെയാണ് ഒരു എസ്സേ എഴുതേണ്ടത്. ഇതാണ് പാർട്ട്ണർഷിപ്പിൻ്റെ ആ എസ്സേ ചോദിച്ചാൽ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ സ്റ്റെപ്സ് റിക്വയർഡ് ടു എസ്റ്റാബ്ലിഷ് എ ബിസിനസ്, എക്സ്പ്ലെയിൻ. ഇത് സ്റ്റെപ്സാണ് ചോദിച്ചിരിക്കുന്നത്. 6 സ്റ്റെപ്പുകളാണുള്ളത്. ആ 6 സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മളിത് 3rd മൊഡ്യൂളിനകത്താണ് സ്റ്റെപ്സ് ഇൻ എസ്റ്റാബ്ലിഷിങ് എ ബിസിനസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. അപ്പോൾ ആ മൊഡ്യൂളിനകത്ത് നമുക്ക് എന്താണ് ബിസിനസ്, ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ 6 സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനേ ഉള്ളൂ. നമുക്ക് വലുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താനോ മറ്റ് പോയിൻറ്റുകളൊന്നും എഴുതാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ഓർഗനൈസേഷൻ എന്താണെന്ന് എഴുതാം. ബിസിനസ് ഓർഗനൈസേഷനും അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാർട്ട്ണർഷിപ്പൊക്കെ കൊണ്ടുവരാം. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഇങ്ങനെ എഴുതാം. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനിലെത്താം. ദെൻ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന് ഉള്ളത്? 6 സ്റ്റെപ്പുകളാണുള്ളത്. ആ 6 സ്റ്റെപ്പും ആദ്യം എഴുതുക. 6 സ്റ്റെപ്പും പോയിൻറ്റുകൾ എഴുതിയിടുക. ദെൻ എന്തെഴുതുക? ഓരോ പോയിൻറ്റും എടുത്ത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. എന്താണ്? ദ എബോവ് 6 ആർ ദി എന്താണ് സ്റ്റെപ്സ് ടു ബി ടേക്കൺ ഫോർ എസ്റ്റാബ്ലിഷിങ് എ ബിസിനസ്. ഒരു ബിസിനസ് തുടങ്ങാനുള്ള സ്റ്റെപ്സ് മുകളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇതൊക്കെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഫോളോ ചെയ്യണം. ബിസിനസ് ഓർഗനൈസേഷൻ എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്യണം, എൻവയോൺമെൻറ്റിനെ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് സെക്കൻഡ് എസ്സേയിൽ ചോദിച്ചാൽ എഴുതേണ്ടത്. അത് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നില്ല ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, കാരണം നിങ്ങൾക്ക് കൂടുതലായിട്ട് എഴുതാനൊന്നും കാണത്തില്ല. അതായത് പോയിന്റ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാമെങ്കിൽ 3 പേപ്പറൊക്കെ ആവും. അല്ലെങ്കിൽ ആദ്യം തുടക്കത്തിൽ കുറേ കാര്യങ്ങൾ എഴുതാനുള്ളത് കിട്ടത്തില്ല. പക്ഷെ അവിടെ നമുക്ക് എന്ത് എഴുതാം? ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്, വാട്ട് ആർ ദി മാനേജ്മെൻറ്റ് പ്രോബ്ലം ഫേസ്ഡ് ബൈ ലാർജ് ഓർഗനൈസേഷൻ, മീഡിയം ആൻഡ് സ്മാൾ സ്കെയിൽ ഓർഗനൈസേഷൻ. ഇതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ലാർജ് ഓർഗനൈസേഷനും മീഡിയം ഓർഗനൈസേഷനും സ്മാൾ ഓർഗനൈസേഷനും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്? ഒരു ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത് 4th മൊഡ്യൂളിനകത്ത് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ഇൻ സ്മാൾ, മീഡിയം ആൻഡ് ലാർജ് ഓർഗനൈസേഷൻ പഠിക്കാനുണ്ട്. അപ്പം എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് എഴുതുക ആദ്യം. എന്താണ് ഒരു ലാർജ് ഓർഗനൈസേഷൻ? എന്താണെന്ന് അറിയാലോ. ഹ്യൂജ് ക്യാപിറ്റലും ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റും നടത്തുന്നതാണ് ഒരു ലാർജ് ഓർഗനൈസേഷൻ. മീഡിയം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് ഓർഗനൈസേഷനെ കമ്പയർ ചെയ്യുമ്പം ലെസ് ക്യാപിറ്റലും ലെസ് മാനേജറിയൽ സ്കില്ലും വേണ്ടതാണ്. സ്മാൾ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ വളരെ കുറച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ക്യാപിറ്റലും വേണ്ടതാണ് സ്മാൾ ഓർഗനൈസേഷൻ. ഇങ്ങനെ 3 കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദെൻ മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ഇൻ സ്മാൾ ഓർഗനൈസേഷൻ എന്ന് ഹെഡിങ് എഴുതുക. ഫോളോവിങ് ആർ ദി മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ഇൻ സ്മാൾ ഓർഗനൈസേഷൻ. എന്നിട്ട് ഓരോ പോയിൻറ്റും എഴുതിയിടുക. ദെൻ ഓരോ പോയിൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അത് കഴിഞ്ഞ് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ഇൻ മീഡിയം ഓർഗനൈസേഷൻ എഴുതുക. അതിൻ്റെ ഓരോ പോയിൻറ്റും എഴുതിയിടുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ലാസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ഇൻ ലാർജ് ഓർഗനൈസേഷൻ എഴുതുക. അതിനെയും ഓരോ പോയിൻറ്റും എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത്ര എഴുതുമ്പോൾ 3 പേപ്പറിനുള്ളതാവും. ദെൻ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ എഴുതുക. ഇത് പേജ് നമ്പർ 4.17 മുതൽ 4.19 വരെയുള്ള പേജുകളിലായിട്ട് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ഇൻ സ്മാൾ, മീഡിയം ആൻഡ് ലാർജ് ഓർഗനൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത് ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളതാണ്. ബിസിനസ് എത്തിക്സ് എന്താണ്? ബിസിനസ് എത്തിക്സിൻ്റെ കൺസെപ്റ്റും നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസും ആണ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇത് 4th മൊഡ്യൂളിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്താണെന്ന് എഴുതുക. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബിസിനസ് എത്തിക്സിനെ പറ്റി എഴുതാം. എത്തിക്സിനെ പറ്റി എഴുതാം. എത്തിക്സ് ഡിറൈവ് ചെയ്തത് ഗ്രീക്ക് വേർഡ് എത്തോസിൽ നിന്നാണെന്നൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 4.21. അപ്പോൾ അതിൽ നോക്കി എത്തിക്സ് എന്താണെന്നുള്ളത് പഠിക്കാം. ദെൻ ബിസിനസ് എത്തിക്സ് എന്താണെന്ന് പഠിക്കാം. അത് കഴിഞ്ഞ് എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് ഏതൊക്കെയാണ്? വാല്യൂസ്, റൈറ്റ്, ഡ്യൂട്ടീസ്. 3 എലമെൻറ്റ്സ് ആണ് ബിസിനസ് എത്തിക്സിനുള്ളത്, അത് എഴുതാം. അത് കഴിഞ്ഞ് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിൻ്റ് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ ലൈൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞ് നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ്. നമ്മൾ ആദ്യമേ കയറി നമ്മളുടെ ആൻസർ എഴുതരുത്. നമ്മൾ
പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതി ഒരു പേജൊക്കെ കഴിയുമ്പോൾ എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആ കാര്യത്തിലേക്ക് എത്തിക്കണം. അപ്പം നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എത്തിക്സ് ആണ്. പോയിൻ്റ് എല്ലാം ആദ്യം എഴുതിയിടുക, ദെൻ ആ ഓരോ പോയിൻറ്റും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ബിസിനസ് എത്തിക്സ് എന്താണ്, ഫൈനൽ ഒരു കൺക്ലൂഷൻ കൊടുക്കുക. ഇങ്ങനെ 4 essay ആണ് വരുന്നത്, 4 essay ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു 4 essay ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതിൽ ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്നത് പാർട്ട്ണർഷിപ്പ് എന്താണെന്നും 32ാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 35ാമത്തെ ക്വസ്റ്റ്യൻ ബിസിനസ് എത്തിക്സ് എന്താണെന്നും കൺസെപ്റ്റും നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസും ആണ് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നത്. ബാക്കി 2 പോയിൻ്റ് പഠിച്ച് അകത്ത് എക്സ്പ്ലനേഷൻ നന്നായിട്ട് എഴുതാൻ പറ്റുന്നവർക്ക് ആ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ എഴുതിയാലും അതിൻ്റെ ക്വാണ്ടിറ്റിയും വേണം, ക്വാളിറ്റിയും വേണം, നല്ല രീതിയിൽ എഴുതിയേ വേണം, പേജുകളും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതോടെ മനസ്സിലായത് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ പോർഷനും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷം പാർട്ട്ണർഷിപ്പ് ചോദിച്ചെങ്കിൽ അടുത്ത വർഷം എന്ത് ചോദിക്കാം, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒരു essay ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാത്തത് എമർജിങ് ഏരിയാസ് ഇൻ സെക്ടറാണ്. അത് പക്ഷേ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. 3ാമത്തെ മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് എന്താണ്, ബിസിനസ്സിൻ്റെ സ്റ്റെപ്പ് ഏതൊക്കെയാണ്, ന്യൂ എക്കണോമിക് പോളിസി എന്താണ്, അതുപോലെ തന്നെ എൻ്റർപ്രണറെ പറ്റി, പിന്നെ സ്മാൾ മീഡിയം ആൻഡ് ലാർജ് ഓർഗനൈസേഷൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത്. 4th മൊഡ്യൂളിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് 4th മൊഡ്യൂളിലാണ് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ഇൻ സ്മാൾ ആൻഡ് ലാർജ് ഓർഗനൈസേഷൻ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ അവിടെ ട്രെയിനിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്നും നമുക്ക് 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ, കോൺഫറൻസും സിമ്പോസിയും ഒക്കെ എന്താണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളും 3rd മൊഡ്യൂളും അതുപോലെ തന്നെ 4th മൊഡ്യൂളും എല്ലാം നന്നായിട്ട് പഠിക്കുക. ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത് പഠിക്കുക. ഇപ്പോൾ നമ്മൾ 2019 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ 2018 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം കൂടുതലായിട്ടും ആവർത്തിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ടൈമില്ല, കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സാമുകൾ തുടങ്ങും. ഉടനെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മുകളും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ടൈം കളയാതെ വേഗം എല്ലാവരും പഠിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.